ഹായ്, ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചാർട്ട് ബ്രേക്കിംഗ് വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് തന്നെ കാണുക. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മളൊരു വീഡിയോയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങളതെല്ലാം കേട്ട് മനസ്സിലാക്കുക. പുതിയൊരു എൻട്രിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് കിട്ടുവാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. ഒരിക്കലും ഒരു കോളായിട്ട് ഈ വീഡിയോ കാണരുത്. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് ട്രേഡിംഗ് വ്യൂയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചാർട്ട് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്, ഒന്ന് ആ ഒരു ചാർട്ടിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ നോക്കും. പ്രൈസ് ആക്ഷൻ മാത്രം കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ നോക്കും. രണ്ടാമത്തെ കാര്യം, ഒരു മെയിനായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്തവർ എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യം. മൂന്നാമത് പുതിയൊരു എൻട്രി ഉണ്ടോ എന്നുള്ള കാര്യം. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ആദ്യം തന്നെ പറയാം. കാരണം എനിക്ക് ഈ ഒരു പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ചാർട്ടിൻ്റെ പേര് ഞാൻ കംപ്ലീറ്റ്ലി ആയിട്ട് ഞാൻ എടുത്ത് പറയാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളിത് ട്രേഡിംഗ് വ്യൂവിനകത്ത് ഈ പേരടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കിട്ടും. അപ്പം നമുക്കിതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് റെസിസ്റ്റൻസുകൾ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. റെഡ് കളർ തന്നെ. ഓക്കെ, റെഡ് കളർ ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു. ഞാൻ റെഡിലാണ് സാധാരണ മാർക്ക് ചെയ്യാറുള്ളത്. പിന്നെ അത് ചുമ്മാ പ്രത്യേകിച്ച് കാര്യമൊന്നും എടുത്തറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു രണ്ട് ഏരിയ കിട്ടുമ്പോഴത്തേക്കാണല്ലോ നമ്മളത് വരയ്ക്കുന്നത്. ഒരു 2x ഇടാം. അപ്പം നമ്മളിത് കാണുമ്പോഴത്തേക്ക് അറിയാം, ഇതൊരു ലോങ് ടൈമിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പലപ്പോഴും നടക്കാതെ ഉണ്ട്. ഇവിടെ പല വട്ടം വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് വരച്ചാൽ നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് എന്ന് ബ്രേക്ക് ചെയ്യുന്നു അപ്പോഴാണ് ബ്രേക്ക് ഔട്ട്. അതങ്ങനെ നിങ്ങൾ കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് ലൈനിലോ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലോ ഒക്കെ നിങ്ങൾക്കാണെങ്കിൽ ഒരു അലർട്ട് ഇട്ട് വെക്കാം. പിന്നെ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങളൊരു ചാർട്ട് ഒന്ന് എടുത്ത് അനലൈസ് നടത്തണം, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ള ചാർട്ടുകൾ. പിന്നെ ഉള്ളൂ അലേർട്ടിൻ്റെ കാര്യം. അലേർട്ടും ഇതെല്ലാം ഒരേപോലെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പൊട്ടൻഷ്യലായിട്ടുള്ള ചാർട്ടുകളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായി? കാരണം ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ ഓരോ വീഡിയോസിനും നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഓരോന്നിനകത്തും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും പല ചാർട്ടുകളിൽ ഇതൊക്കെ കണ്ടെത്താൻ പറ്റും. പിന്നെ നമുക്കൊരു സപ്പോർട്ട് നമുക്ക് വരയ്ക്കാം. അതിന് നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കുക. ഫുള്ള് കളർഫുൾ ആയിക്കോട്ടെ, നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് ഏരിയ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. സപ്പോർട്ട് ലൈൻ നമ്മളൊരു സപ്പോർട്ട് ഒരു ഏരിയയാണ്. അത് എറൗണ്ട് ചിലപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, അത് ചെന്ന് തട്ടിയില്ലെങ്കിൽ ആ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്ക് ഒരു റിജക്ഷൻ പോലെ വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ലൈൻ ഓക്കെ, പേരിലൊക്കെ എന്തിരിക്കും, നമ്മളിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വരയ്ക്കുന്നു. ഇപ്പോൾ കണ്ടോ ആ ഒരു ബ്രേക്ക് ഔട്ട് എത്ര മനോഹരമായിട്ട് വന്നേക്കുന്നതെന്ന് കണ്ടോ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. നല്ലൊരു, ഞാൻ സൂം ചെയ്യാം, നന്നായിട്ട് സൂം ചെയ്യാം, ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നേക്കുന്നത്. ഇവിടെ ചെറിയൊരു വിക്കുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ്ലി ഫൈനാണ്. പിന്നെ താഴെ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വോളിയം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു സ്മാർട്ട് മണി എൻട്രി എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ട്. പുതിയതായിട്ട് കാണുന്നവരും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാകാം, ഇവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഏത് ക്യാൻഡിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. അറിയാത്തൊരു വീഡിയോ കണ്ടു നോക്കുക. കാര്യം ഈ ക്യാൻഡിൽസിൻ്റെ ലോജിക്കിലാണ് കാര്യം. ഇതിൻ്റെ ലോജിക്ക് എന്താ, താഴേക്ക് വന്നു, എന്നിട്ട് അതായത് ഒരു ഡൗണിലോട്ട് വന്നു, എന്നിട്ട് നമ്മുടെ ബയ്യേഴ്സ് മുകളിലോട്ട് പോകേണ്ടി. അപ്പോൾ ആ ഒരു ബയ്യേഴ്സിൻ്റെ പ്രഷറാണ് അവിടെ കാണിക്കുന്നത്, ബയ്യേഴ്സിൻ്റെ പവറാണ് അവിടെ കാണിക്കുന്നത്. അതൊരു ബ്രേക്ക് ഔട്ട് നടന്ന് ഒരു റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്ന് അവിടെ റീടെസ്റ്റ് എടുത്താൽ അത് പിന്നൊരു സപ്പോർട്ടായിട്ട് മാറിയേക്കാം എന്നാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നമ്മൾ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് കാണുന്നവർ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ സംവെയർ അറൗണ്ട് ഹിയർ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ചെറുതാക്കി വെക്കുക, അല്ലാതെ നമ്മൾ തോന്നുമ്പോഴേക്ക് മുകളിലോട്ട് കയറി പിടിക്കരുത്. കാരണം അത് ചിലപ്പോൾ ഒരു ഡൗൺ ട്രെൻഡൊക്കെ വന്നാൽ വലിയൊരു പണി നമുക്ക് കിട്ടാം. ഇത് കണ്ടോ, നമുക്കൊരു ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇവിടെ കയറി ഒരു 50% അടുത്ത് എന്തായാലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ഓക്കെ, നമ്മളൊരു 50% അടുത്ത് എന്തായാലും നമുക്ക് കിട്ടത്തില്ലേ. അപ്പം ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് നോക്കാം, പുതിയൊരു എൻട്രി നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ നമ്മൾ മറ്റൊരു റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നു. നമ്മുടെ ഒരു ടാർഗറ്റ് ഏരിയ എപ്പോഴും നമ്മൾ തൊട്ടടുത്ത റെസിസ്റ്റൻസ് ആണല്ലോ ഫസ്റ്റ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വെക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് നമുക്ക് ഈ ഒരു ലൈൻ വരെ അറൗണ്ട് നമുക്ക് പോയേക്കാന്ന്. കൃത്യം പോകണമെന്നൊന്നുമില്ല, അതിനാണ് നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു എൻട്രി ഉണ്ടോ നമ്മളെങ്ങനെ അറിയും? നമ്മളൊരു ചെറിയൊരു
ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ പോകുന്നു. ഇപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിം നമ്മൾ നോക്കിയാൽ ഒറ്റ ഓട്ടത്തിൽ വലിയൊരു എൻട്രി ഒന്നും നമ്മൾ കാണത്തില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ പോകുന്നു. ഡെയിലി ടൈം ഫ്രെയിം സെയിം പ്രൈസ് ആക്ഷനാണ് എല്ലായിടത്തും വർക്ക് ആകുന്നത്. ലോഡാകട്ടെ. അപ്പം ഒരു ഡെയിലി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ദാണ്ട് ഇവിടെ നമുക്ക് വേറെ കളർ കൊടുക്കുക. ഒന്നും എടുത്തറിയാം, നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കുക. ദാണ്ട് ഇവിടെ നിന്ന് നമ്മളാണ്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് കണ്ടോ, ഇവിടെ ഒരു വെയിറ്റ്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം. ഈ ഒരു ചെറിയൊരു ഡെയിലി ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു 4 hour എടുത്താലും ഓൾമോസ്റ്റ് അത് തന്നെയാണ് കാണുന്നത്. 4 hour ഞാനിപ്പോഴും 4 hour എന്ന് പറയുമ്പോഴത്തേക്ക് 4 മണിക്കൂറത്തെ ചാർട്ടാണ്. ഞാൻ 4 hour ഇപ്പോഴും എടുക്കാത്ത ജസ്റ്റ് ഈ നീലവരെയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാൻ ബുദ്ധിമുട്ടാകുന്നത്. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, നമ്മൾ സൂം ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. കേട്ടോ, ഇവിടെ 4 hour 2 hour എല്ലാം ഫൈനാണ്. പിന്നെ നമുക്കുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അതുണ്ടോ, ഈ ഒരു 2 ലൈൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് താണ്ട് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് മറ്റൊരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ തന്നെ ഒരു ഫോർമേഷനാണ്. ഈ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് താണ്ട് ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ടുള്ളൊരു പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ദാ ഇവിടെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു എൻട്രി എടുക്കാം. മനസ്സിലായി, ഈ ഒരു ഏരിയയിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഈ ട്രെൻഡ് ലൈനിന് താഴെയോ അത് നിങ്ങളുടെ ഒരു റിസ്ക് വെച്ചിട്ട് നിങ്ങളൊരു എൻട്രി എടുക്കാം. പ്രൈസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വരച്ച് പഠിക്കുക. നിങ്ങളുടെ എൻട്രിയാണ് അത്, നിങ്ങളുടെ എൻട്രിയാണ്, നിങ്ങളുടെ പൈസയാണ്. എപ്പോഴും നിങ്ങളുടെ ഒരു റിസ്ക് വെച്ച് മാത്രം കയറുക. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും ചാടി കയറരുത്. ഞാനത് ജസ്റ്റ് ഒരു റിവ്യൂ മാത്രം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഇതൊരു ഡെയിലി ക്യാൻഡിലിൽ ഇതൊരു ബ്രേക്ക് നടന്നപ്പോഴത്തേക്ക് താഴെ വോളിയം വന്നിട്ടുണ്ട്, നല്ലൊരു ബ്രേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മൂവ്മെൻറ്റ് എന്തായിരിക്കും വരുന്നത്? ഇനിയൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് എന്താ? ഒന്നുകിൽ ഇങ്ങനെ ചെറിയൊരു കൺസോൾട്ടേഷൻ പോലെ ഇങ്ങനെ വന്നിട്ട് ഒരു പോക്ക് മുകളിലോട്ട് പോകാം. മുകളിലോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ ലൈൻ വരെ എന്തായാലും പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകാതെ ജസ്റ്റ് നമുക്ക് നേരെ ഒരു മൂവ്മെൻറ്റ്, പിന്നെ ഇവിടെ ഇങ്ങനെ കളിച്ചിട്ട് ചിലപ്പോൾ മുകളിലോട്ട് പോകും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു ഏറ്റവും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സിനേരിയോ എന്ന് പറയുമ്പോഴത്തേക്കും അതും വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതെന്ന് പറയുമ്പോഴത്തേക്ക് താഴോട്ടുള്ളൊരു പോക്ക്. നമ്മൾ ആ താഴോട്ടുള്ള പോക്ക് ലോസ് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റോപ്പ് ലോസോടുകൂടി മാത്രം കയറുക. ഇപ്പം ആര് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊരു വ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻട്രി എടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ആരെന്ത് പറഞ്ഞാലും, ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ പറയുന്നത് എൻ്റെ ഒരു വ്യൂ ആണ് പറയുന്നത്. നിങ്ങൾക്കത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ പൈസ വെച്ചാൽ കയറുന്നത്, എൻ്റെ വെച്ചല്ല. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ റിസ്ക് നിങ്ങൾ മനസ്സിലാക്കുക. പല യൂട്യൂബിനകത്തും പറയും ഇന്നിടത്ത് കയറിക്കോ അവിടെ കയറിക്കോ എന്നൊക്കെ പറയും. പക്ഷെ അത് യാതൊരു റിസ്ക് സെറ്റപ്പും ഇല്ലാതെ എന്തുകൊണ്ടോ ചാടി കയറുക എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് 2 hour എടുക്കുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ്ലി ഫൈനായിട്ടുള്ളത് നമ്മുടെ പ്രൈസ് ആക്ഷൻ കണ്ടോ, ഏത് രീതിയിലും നമുക്കത് വർക്കാവും. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി പല വീഡിയോസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ ചെറിയൊരു ഡൗൺ എൻട്രി എടുക്കുവാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാതിരുന്നാൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇവിടോ അല്ലെങ്കിൽ ഇവിടോ നിങ്ങളൊരു റിസ്ക് വെച്ചിട്ട് നിങ്ങളൊരു എൻട്രി എടുക്കുക. മനസ്സിലായി, 2 hour 4 hour നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമുക്കൊരു പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ മോസ്റ്റ് കേസിൽ നമ്മൾ ഇപ്പോൾ ഒരു ലോങ് ടൈം ആയിട്ട് നമ്മുടെ വീക്കിലി ഒക്കെയാണ്, അല്ലെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ ഡെയിലി ആയിട്ട് നോക്കാറുള്ളത്. അതിനെക്കാട്ടി ഇച്ചിരി ഈസി ആയിട്ട് നമ്മുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും ഒക്കെ പെട്ടെന്ന് നമുക്ക് വരും. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ നമ്മളൊരു നേരത്തെ എൻട്രി എടുത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഡെയിലി ടൈം ഫ്രെയിം എടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റെഡ് ലൈൻ കണ്ടല്ലോ, ഈ ഒരു ലൈനിൽ ബ്രേക്ക് ചെയ്തപ്പോഴാണല്ലോ നല്ലൊരു എൻട്രി നമ്മൾ പറഞ്ഞത്. ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ ഒരു ഇവിടെ അല്ല സോറി നമ്മൾ ഓക്കെ ഇവിടെ നമ്മളൊരു എൻട്രി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇവിടെ എൻട്രി എടുത്തവർ ഇപ്പം ചാടിക്കയറി വിൽക്കണമെന്ന് വെച്ചാൽ വേണ്ട. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ടാർഗറ്റ് എത്തി, ഓക്കെ കംപ്ലീറ്റ്ലി ഫൈൻ, നിങ്ങൾക്ക് വിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മുകളിലത്തെ ഈ ലൈൻ വരെ ബ്രേക്ക് വെച്ച് വെയിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് മാക്സിമം വരാൻ പോകുന്നു. ഒന്നുകിൽ ഇവിടെ ചിലപ്പോൾ മുകളിലോട്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ചിലപ്പോൾ ഇങ്ങനെ കിടന്ന് കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ തുടക്കത്തിൽ മേടിച്ചവർക്കാണെങ്കിൽ ഒരിക്കലും അത് ലോസ് വരത്തില്ല. കാര്യം അത് ഏറ്റവും ചെറിയൊരു അതിൽ നിന്ന് മേടിച്ചുകൊണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് പോകത്തില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ അലർട്ട് ആകേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രീൻ ലൈൻ, ഞാൻ ഈ വലുതാക്കിയൊരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ താഴെ പോകുന്നു, അപ്പോൾ ഒന്ന് പേടിക്കണമെന്നല്ല, നിങ്ങൾക്ക് എന്തായാലും ആ ലോസ് വരാനുള്ള ചാൻസ് പറയും. ഈ ഏരിയ മേടിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ആയെന്ന് പറഞ്ഞാലും നിങ്ങൾ കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങളൊരു 60 രൂപ റേഞ്ച് അല്ലെങ്കിൽ ഒരു 70 രൂപ റേഞ്ചിലായിരിക്കും മേടിക്കുന്നത്. ഇവിടെ 100 രൂപ സംതിങ്ങിൽ ഒരു ബ്രേക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെല്ല് ചെയ്ത് കളയാം. പിന്നെ അതെങ്ങനെ പോകുന്നത് നമുക്കറിയത്തില്ല. ഏറ്റവും സേഫസ്റ്റ് ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ചാനലിനകത്ത് നിൽക്കുന്ന അത്രയും കാലം വേണേൽ ഹോൾഡ് ചെയ്യാം. പക്ഷേ ഞാൻ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് വരെ വെച്ചിട്ട് ഞാനത് വിടും. അല്ലെങ്കിൽ എത്രയും റൺ ചെയ്യാൻ പറ്റുമോ നമ്മൾ ആ ഒരു ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ നിന്നിട്ട് ഈ ഒരു ലൈൻ വരെ മാക്സിമം എത്താവുന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.
ബാക്കിയൊക്കെ നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ഞാനത് ചെറുതായിട്ട് വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാലൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ പുതിയ എൻട്രിയുടെ കാര്യമൊക്കെ നോക്കുക, ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക, നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇപ്പോൾ തരുന്ന സപ്പോർട്ട് തന്നെ നിങ്ങൾ വീണ്ടും തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.